കണ്ണിനടിയിലുള്ള കറുപ്പ് കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ്. നമ്മുടെ ഈ ഒരു ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തായാലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ്. ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ യൂസ് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്, ഇതൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് ട്രിക്കിയാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ആണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ ടോപ്പിക്ക്. കണ്ണിനടിയിൽ മാത്രമല്ല, ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക്നെസ്, മൂക്കിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക്നെസ്, മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലും ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് തേനും കൂടെ ഉള്ളൂ, ഞാൻ ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തത്. ഈ ഒരു പാക്ക് നമ്മൾ ആക്ച്വലി ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേടായി പോകുന്നതും അല്ല. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരു കുഞ്ഞു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് യൂസ് ചെയ്താൽ നമുക്കിത് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്കിത് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. തേനിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടറാണ്. ഞാനിവിടെ ഗുലാബറിയുടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ലോക്കൽ ഷോപ്പിലൊക്കെ വളരെ അഫോർഡബിളായിട്ട് കിട്ടും. മെഡിക്കൽ ഷോപ്പിലൊക്കെ തേനും അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും ചോദിച്ചാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടായിരിക്കും. സോ സൂപ്പർ മാർക്കറ്റിലോ മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ ഇന്ന് അന്വേഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും കിട്ടും. ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു സെയിം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഒരു പ്രോഡക്റ്റ് നോക്കിയിട്ട് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് നോക്കിയിട്ട് ഞാൻ കൊടുത്തേക്കാം. സോ അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഈ രണ്ട് പ്രോഡക്റ്റും ചേർത്തിട്ട് അടുത്ത മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് കോഫി പൗഡറാണ്. കോഫി പൗഡർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്, ഒരാഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിലും കോഫി പൗഡർ ചേർത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വെറും 7 ദിവസം കൊണ്ട് തന്നെ കിട്ടാനായിട്ട് സഹായിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ തേൻ ചേർത്ത് കൊടുത്തു, റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ വെച്ചിട്ടാണ് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തത്. തേനും 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളമാണ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോഫി പൗഡർ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണ്ട, കുറച്ച് മൈൽഡായിട്ട് മതി. അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാണ്ട് പകുതി എടുത്തത്. റോസ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ തേനും നമ്മൾ ഓരോ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു കോഫി പൗഡർ എടുക്കേണ്ടത് പകുതിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നിങ്ങൾ കൂടുതൽ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂൺ റോസ് വാട്ടറും അതുപോലെ ഒരു 3-4 സ്പൂൺ തേനും എടുക്കുക. ഒപ്പം ഒരു 2 സ്പൂണോ 1.5 സ്പൂണോ നമുക്ക് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട. താഴെ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു സൈഡിൽ ബോട്ടിൽ റാക്ക് ഉണ്ടല്ലോ, അവിടെയൊക്കെ വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് നമുക്ക് ഒരാഴ്ചയും അതിൽ കൂടുതലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കേടായി പോകുന്ന ഒരു സാധനവും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്കിത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ എടുത്ത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനും തേൻ യൂസ് ചെയ്തതുകൊണ്ട് സാധിക്കും. ആ ഒരു ഡ്രൈനെസ്സും പഫിനെസ്സും അതുപോലെ തന്നെ ഡെഡ് സെൽസ് കൂടുതലുണ്ടാകുന്നുണ്ടല്ലോ, ആ ഒരു ഡാർക്ക് സ്കിന്നൊക്കെ ഉള്ളത്, അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ, ഡീപ്പായിട്ടുള്ള സ്കിൻ ടോൺ, ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് കോഫി യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അതോടൊപ്പം നമ്മളിത് വെച്ചിട്ട് നല്ല ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് തണുപ്പിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടും. ഇത്രയും മതി. നമ്മുടെ ആ സ്കിന്നുണ്ടല്ലോ, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്, അതൊന്ന് ഹീൽ ചെയ്യാൻ ഇതിനപ്പുറത്ത് വേറെ എന്താ വേണ്ടത്? അത്രമാത്രം ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ ഒരു സിറം. ഇത് നമുക്ക് സിറം എന്ന് പറയാം. ഒരു അണ്ടർ ഐ സിറമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി നമുക്ക് മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലും ചുണ്ടിൻ്റെ രണ്ട് വശങ്ങളിലൊക്കെ മോസ്റ്റ്ലി ഇന്ത്യൻസിന് ഉള്ളതാണ്. ചിലർക്ക് കൂടുതലുണ്ടാവും, അല്ല ചെറുതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് അത്ര വലിയ പ്രോബ്ലം ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇതുപോലെ ചെയ്യാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിൻ്റെ അവിടെ ആയാലും മൂക്കിൻ്റെ വശങ്ങളിലായാലും ചുണ്ടിൻ്റെ അവിടെ ആയാലും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അവിടെ നമ്മൾ ഹാർഷായിട്ടുള്ള ടവൽസ് യൂസ് ചെയ്ത് തുടയ്ക്കുന്നത്, ഹാർഷായിട്ടുള്ള സ്ക്രബ്സ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നത്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ആ ഒരു ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ജെൻറ്റിലാണ്. ഓൾറെഡി നമ്മുടെ ഫേസിലുള്ള സ്കിന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും, ജെൻറ്റിലായിരിക്കും, നമ്മുടെ കാലും കൈയും പോലെയല്ല. പക്ഷേ കണ്ണിന് ചുറ്റും അതുപോലെ മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഏറ്റവും നന്നായിട്ട് കെയർ കൊടുക്കണം. ഹാർഷായിട്ടുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത്. ജെൻറ്റിൽ ആൻഡ് മൈൽഡ് ആയിട്ടുള്ള ബേബി ക്രീംസോ അങ്ങനെയല്ല, അവിടെ ആ ഒരു ഏരിയയ്ക്ക് ജെൻറ്റിലായിട്ടുള്ള ഏരിയയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്രീംസ് മാത്രം യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് അതൊരു 2-3 ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുണ്ടിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ ആ ഒരു വശങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡിലൊക്കെ എനിക്കിപ്പോൾ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡാർക്ക്നെസ് ആണ്, എന്നാലും അത് അത്ര വലിയ പ്രോബ്ലം അല്ല. സ്റ്റിൽ അതൊരു ഡാർക്ക്നെസ് അല്ലേ, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഭാഗവും കൂടെ കവർ ചെയ്ത് ചെയ്യാറുണ്ട്. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതിങ്ങനെ വച്ചേക്കുക. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് സമയം വച്ചിരിക്കേണ്ട കാര്യമില്ല. 5 മുതൽ 7 മിനിറ്റ് വരെ വച്ചേക്കുക. ഇത് നിങ്ങൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കണം. കഴിയുന്നവരാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതും അതുപോലെ നമുക്ക് ആ ഒരു മാറ്റം ഒരു 7 ദിവസത്തിൽ തന്നെ നമുക്ക് ആ മാറ്റം അറിയാനായിട്ട് പറ്റുന്നതും. ഇട്ടിട്ട് അന്ന് തന്നെ നിങ്ങളൊരു വ്യത്യാസം പ്രതീക്ഷിക്കരുത്. അന്ന് നിങ്ങൾക്കൊരു സൂത്തിങ് എഫക്റ്റൊക്കെ കിട്ടും, ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം, ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊരു 7 ദിവസം വെയിറ്റ് ചെയ്യണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ദിവസം വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് 7ാമത്തെ ദിവസം നിങ്ങൾ ആ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്താൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ആഫ്റ്റർ കെയർ എന്താ വെച്ചാൽ, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന മൈൽഡായിട്ടുള്ള ഫേസിൽ യൂസ് ചെയ്യുന്ന മൈൽഡായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, വൈറ്റനിങ് ക്രീമോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, ഹെവി ആയിട്ടുള്ള ക്രീംസ് അല്ല, മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസർ, അത് നിങ്ങൾ ഇത് ഒന്ന് കഴുകി നമ്മുടെ മുഖം ഒന്ന് പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട്. കണ്ണിനവിടേക്ക് ഇങ്ങനെ തുണി വെച്ച് തിരുമാനോ അല്ലെങ്കിൽ ചുണ്ടിനവിടേക്ക് ഇങ്ങനെ കട്ടിയുള്ള ടവൽ വെച്ച് വലിച്ചു തുടയ്ക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ റോസ് വാട്ടർ എടുക്കുക. റോസ് വാട്ടർ എടുത്ത് നമ്മുടെ കണ്ണിന് ചുറ്റും മൂക്കിൻ്റെ 2 സൈഡിലും ചുണ്ടിന് ചുറ്റും നമ്മൾ എവിടെയാണോ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടേക്ക് വീണ്ടും നമ്മുടെ റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ടും അലോവേര ജെല്ല് യൂസ് ചെയ്യാം. പിന്നെ ഇത് രണ്ടും ചെയ്യാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ജെൻറ്റിലായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇതിൽ രണ്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് കൊടുക്കുക. അതല്ല ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് തുടച്ച് കഴുകിയിട്ട് അങ്ങനെ അങ്ങ് വിടരുത്. ഒന്നുകിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി പറ്റുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം റോസ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അലോവേര ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അലോവേര ജെല്ലിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ബേബി ക്രീംസോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ആഫ്റ്റർ കെയർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കണ്ണിനടിയിലുള്ള ആ കറുത്ത പാടുകൾ മാറ്റാനായിട്ട് സ്ക്രീൻ ടൈം കഴിയുന്നത്ര കുറയ്ക്കുക. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ്റെ സൺഗ്ലാസ് യൂസ് ചെയ്യാം. അതുപോലെ വെയിലത്ത് പോകുന്നത് കുറയ്ക്കുക. വെയിലത്ത് പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് യൂസ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യുക. ഒരുപാട് സ്ട്രെസ് എടുക്കാണ്ട് മൈൻഡ് എപ്പോഴും കാമായിട്ട് വെച്ചിരിക്കുക. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് കെയർ കൊടുത്താൽ മതി, അപ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മാറ്റം അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.